പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുമായി നഗരത്തിലിറങ്ങിയവർക്ക് വിദ്യാർത്ഥികളുടെ സമ്മാനം. പത്തനംതിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC വകയായിരുന്നു അമൂല്യ സന്ദേശം വഹിക്കുന്ന സമ്മാനങ്ങൾ. ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇതിനകത്തോട്ടെ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിക്കുകയും ഒന്നും ചെയ്യരുത്, വലിച്ചെറിയരുത്. ഇട്ടോ കുട്ടികൾ തിരിച്ചറിവ് പങ്കുവയ്ക്കുകയാണ്. പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടത്തിൽ അവർ തുണിസഞ്ചികൾ പകരം വയ്ക്കുന്നുണ്ട്, തികച്ചും സൗജന്യമായി. പ്ലാസ്റ്റിക് സഞ്ചികൾ സ്വീകരിച്ച ശേഷമാണ് അവർ സമ്മാനം നൽകുന്നത്. ഈ പ്ലാസ്റ്റിക് ഒരിക്കലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയരുത്, നമുക്ക് ദോഷം ചെയ്യും. അപ്പം ഇതിനകത്തോട്ട് ഈ തുണിസഞ്ചി നമ്മൾ ഉപയോഗിക്കണം. തുണിസഞ്ചി ആകുമ്പോൾ ഒരിക്കലും നമുക്ക് ഇത് ചെയ്തില്ല. ഇതിനകത്തോട്ടിട്ടോ. പലരും ഇത് നന്നായിട്ടാണ് കണ്ടത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ നമുക്കൊരു ബോധവൽക്കരണം കൊടുക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ആശയമാണ്. തുടർച്ചയായ 5ാം വർഷമാണ് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്ത കുട്ടികൾ ഉത്തരവാദിത്തം നിറവേറ്റുന്നത്. പിന്തുണ അറിയിച്ച് നഗരസഭാ നേതൃത്വവും എത്തി. പത്തനംതിട്ടയിൽ ഈ രംഗത്ത് വലിയ ഡ്രൈവുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സമീപനത്തിലുള്ള മാറ്റം കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. +2കാരായ 42 SPC അംഗങ്ങൾ സമാഹരിച്ച തുകയിൽ നിന്നാണ് തുണിസഞ്ചികൾ ഒരുങ്ങിയത്. ഒന്നിന് 20 രൂപ ക്രമത്തിൽ 400 സഞ്ചികൾ ഇക്കുറി വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൻ്റെ ആപ്തവാക്യം തന്നെ ഇപ്പോൾ ബീറ്റ് പ്ലാസ്റ്റിക് എന്നാണ്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഈ 4-5 വർഷം കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തുവെങ്കിലും ഈ വർഷം കുറച്ചുകൂടെ നമുക്ക് അത് വളരെ പ്രശസ്തമായ ശ്ലാഘനീയമായ രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പഴയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം പൂച്ചട്ടികൾ സ്ഥാപിച്ച് നഗര സൗന്ദര്യവൽക്കരണത്തിലും കുട്ടികൾ ഇടപെട്ടിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.